നമസ്കാരം. UPA സർക്കാർ തുടങ്ങിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി VBG റാംജി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് ബിൽ അവതരിപ്പിച്ചത്. 2005 അന്നത്തെ UPA സർക്കാർ തുടങ്ങിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് ഇനി വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നായിരിക്കുമെന്ന് ബില്ലിൽ പറയുന്നു. വേതനത്തിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുകളും വഹിക്കണം എന്നതുൾപ്പെടെ സംസ്ഥാനങ്ങളുടെ ഭാരം കൂട്ടുന്ന നിർദ്ദേശങ്ങളും ബില്ലിലുണ്ട്. ഗാന്ധിജിയുടെ ചിത്രം ഉയർത്തിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലായിരുന്നു ബില്ല് അവതരണം. ഗാന്ധിജിയെ പൂർണ്ണമായും ഒഴിവാക്കി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക് മിഷൻ എന്ന തലക്കെട്ടോടെ തയ്യാറാക്കിയ ബില്ലിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഗാന്ധിജിയുടെ ചിത്രം ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ബില്ലിനെ അതിശക്തമായി എതിർത്ത് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തി. സാധാരണക്കാർക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ദേശം തന്നെ തകർക്കുന്ന ബില്ലാണ് പുതിയതെന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. തൃണമൂൽ കോൺഗ്രസും ബില്ലിനെ എതിർത്തു. ബില്ലിനെ അനുകൂലിച്ച് ജയ് ശ്രീറാം വിളികളുമായി BJP അംഗങ്ങൾ രംഗത്തെത്തി. MP-മാർക്ക് വിതരണം ചെയ്ത കരട് പ്രകാരം തൊഴിലുറപ്പ് വേതനത്തിന്റെ 40% ഇനി സംസ്ഥാനം വഹിക്കേണ്ടി വരും. തൊഴിൽ ദിനങ്ങൾ പ്രതിവർഷം 100-ൽ നിന്ന് കുറഞ്ഞത് 125 ദിവസമാകും. നിലവിലെ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നാണ് ബില്ലിലെ പ്രഖ്യാപനം. അധിക ചെലവുണ്ടായാൽ സംസ്ഥാനം വഹിക്കേണ്ടി വരും. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് ആശങ്ക നൽകുന്നതാണ്. പദ്ധതി മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥ പ്രാമുഖ്യത്തിന് വഴിയൊരുക്കുന്ന മാറ്റങ്ങളുണ്ട്. അതേസമയം ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കിയ നടപടിയിൽ പ്രതിപക്ഷ MP-മാർ പാർലമെന്റിന് പുറത്തും പ്രതിഷേധിച്ചു. ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കുക എന്നതിലുപരി UPA സർക്കാർ കൊണ്ടുവന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിക്കാനുള്ള RSS BJP ഗൂഢാലോചനയാണ് പുതിയ ബില്ലിന് പിന്നിലെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. വിദേശ മണ്ണിൽ പോയി ഗാന്ധിജിക്ക് പൂക്കൾ സമർപ്പിക്കുന്ന മോദിയെ പോലുള്ളവരുടെ നടപടിയിലെ പൊള്ളത്തരമാണ് പുറത്തു വരുന്നത്. ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്തത് RSSന്റെ ശതാബ്ദി വർഷത്തിലാണ്. വിഷയത്തിൽ പാർലമെന്റിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഖാർഗെ പറഞ്ഞു. ഇടത് MP-മാരുടെ നേതൃത്വത്തിലും രാവിലെ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് MP ശശി തരൂരും രംഗത്ത് വന്നു. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച പുതിയ റാംജി ബില്ലിലൂടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിനെ ചൊല്ലിയുള്ള വിവാദം ദൗർഭാഗ്യകരമാണെന്ന് തരൂർ പറഞ്ഞു. ഗ്രാമസ്വരാജ് എന്ന ആശയവും രാമരാജ്യം എന്ന സങ്കല്പവും ഗാന്ധിജിയുടെ ചിന്താധാരയിലെ രണ്ട് നെടുന്തൂണുകളായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇല്ലാത്ത ഒരു ചേരിതിരിവ് സൃഷ്ടിച്ച് മഹത്തായ പാരമ്പര്യത്തെ നമുക്ക് അനാദരിക്കാതിരിക്കാം എന്ന് പറഞ്ഞാണ് വിവാദം കത്തി നിൽക്കെ തരൂർ പ്രതികരിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ: സർക്കാർ നിർദ്ദേശിച്ച പുതിയ റാംജി ബില്ലിലൂടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിനെ ചൊല്ലിയുള്ള വിവാദവും ദൗർഭാഗ്യകരമാണ്. ഗ്രാമസ്വരാജ് എന്ന ആശയവും രാമരാജ്യം എന്ന സങ്കല്പവും ഒരിക്കലും പരസ്പര വിരുദ്ധമായിരുന്നില്ല. മറിച്ച് ഗാന്ധിജിയുടെ ചിന്താധാരയിലെ രണ്ട് നെടുന്തൂണുകളായിരുന്നു അവ. ഗ്രാമീണരായ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയിൽ നിന്ന് മഹാത്മാവിന്റെ പേര് നീക്കം ചെയ്യുന്നത് ഈ ആശയങ്ങൾ തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തിന്റെ അന്ത്യശ്വാസത്തിൽ ഉതിർന്നതും രാമമന്ത്രമായിരുന്നു. ഇല്ലാത്ത ഒരു ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ആ മഹത്തായ പാരമ്പര്യത്തെ നമുക്ക് അനാദരിക്കാതിരിക്കാം എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. 2005-ൽ UPA സർക്കാരായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. 2047-ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് പദ്ധതിയെ പേരുൾപ്പെടെ മാറ്റി പുനഃക്രമീകരിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പേര് മാറി വരുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ 100-ന് പകരം തൊഴിൽ ദിനങ്ങൾ 125 ആകും. തൊഴിലിന് ശേഷം വേതനം 7 ദിവസം അല്ലെങ്കിൽ പരമാവധി 15 ദിവസത്തിനകം നൽകും. അഥവാ വേതനം ഈ കാലപരിധിക്കുള്ളിൽ നൽകാനായില്ലെങ്കിൽ പ്രത്യേകമായി തൊഴിലില്ലായ്മ അലവൻസ് നൽകാനുള്ള നിർദ്ദേശവും ബില്ലിലുണ്ടാകും. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടിങ്ങിൽ 90% തുക കേന്ദ്രവും 10% സംസ്ഥാനങ്ങളുമാണ് വഹിക്കുന്നത്. പുതിയ ബില്ല് പ്രകാരം ഇത് 60-40 ആകും. 40% തുക സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടി വരും. നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% തുക കേന്ദ്രം തന്നെ വഹിക്കും. ഗ്രാമീണ മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി 2005-ൽ UPA സർക്കാർ കൊണ്ടുവന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 20-ാം വർഷത്തിലാണ് അതിന്റെ പേരും രൂപവും സ്വഭാവം മാറ്റുന്ന കേന്ദ്രത്തിന്റെ പുതിയ ബിൽ. 2009-ൽ പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയെങ്കിലും പുതിയ ബില്ലിലെ പേരിൽ ഗാന്ധിജിയില്ല. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് പുതിയ പേര്. പദ്ധതിയിലെ പ്രധാന മാറ്റങ്ങൾ ഇങ്ങനെയാണ്: ഗ്രാമസഭകൾ വഴി തൊഴിലുറപ്പ് വിഭാവനം ചെയ്തിരുന്ന രീതി ഇനിയില്ല. സംസ്ഥാനങ്ങൾ 10% വിഹിതം വഹിച്ചിരുന്നത് 40%-ആയി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും 90% നിലനിർത്തി. ദിവസക്കൂലി ഒരാഴ്ചയ്ക്കുള്ളിൽ കൊടുത്തു തീർക്കണം. പരമാവധി 2 ആഴ്ച വരെയാകാം. 15 ദിവസങ്ങൾക്കകം തൊഴിൽ നൽകാനായില്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് തൊഴിലില്ലായ്മ വേതനം സംസ്ഥാന സർക്കാർ നൽകണം. ഒരു വർഷം 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 ആക്കി. സംസ്ഥാനത്തിന് അനുവദിക്കേണ്ട കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും. അനുവദിക്കുന്ന വിഹിതത്തിന് മുകളിലേക്ക് ചെലവ് വർദ്ധിച്ചാൽ അത് സംസ്ഥാന സർക്കാർ വഹിക്കണം. തൊഴിലാളികളുടെയും ഗ്രാമസഭകളുടെയും സംസ്ഥാനങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള ഫണ്ട് വിനിയോഗ അധികാരം ഇതോടെ നഷ്ടമാകും. പദ്ധതി ആകർഷകമായി നടപ്പാക്കുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ഇത് ഗുരുതരമായി തന്നെ ബാധിക്കുകയും ചെയ്യും.